നിങ്ങളുടെ വിസ്ഡം ടൂത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? പകുതി മാത്രം പൊടിച്ച് വന്ന അണപ്പല്ല് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ കസിൻ കുറച്ച് നാൾ മുന്നേ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എൻ്റെ രണ്ട് സൈഡിലെയും പല്ല് ഭയങ്കര വേദന, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, രാത്രിയിലാണ് ഭയങ്കര വേദന എടുക്കുന്നത്. അവന് ആ സമയത്ത് 22-23 വയസ്സായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പം ആ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത് ജ്ഞാനം തരുന്ന പല്ല് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വളരുന്ന സമയം, അത് വെളിയിലോട്ട് വരുന്ന സമയമാണ്, അപ്പോൾ അതായിരിക്കും അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചു. എക്സ്റേ എടുത്തപ്പോൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ മുന്നിലത്തെ 2 പല്ലിലും ഭയങ്കര വലിയൊരു കേട്, അത് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഈ എക്സ്റേയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചരിഞ്ഞിരിക്കുന്ന വിസ്ഡം ടൂത്ത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതെങ്ങനെ? ആഹാരം കയറി അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് ഫുഡ് എടുത്തു കളയാനായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ ആ കേട് വലുതായി ഞരമ്പിനെ ബാധിച്ചത്. നമുക്ക് ആ വേദന വരുമ്പോൾ മാത്രമേ അതറിയത്തുള്ളൂ. ആ ഒരു ടൈമിൽ മിക്കവാറും നമുക്ക് ആ പല്ല് റൂട്ട് കനാൽ ചെയ്യണം, അല്ലെങ്കിൽ ആ പല്ല് എടുത്തു കളയണം. എന്തുകൊണ്ടാണ് ഈ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന ഈ പല്ല് ചരിഞ്ഞെപ്പോഴും വരുന്നത്? എല്ലാവർക്കും അങ്ങനെ ചരിഞ്ഞ് വരാറില്ല. വരാനുള്ള ഒരു കാരണം നമ്മുടെ പണ്ടത്തെ ഡയറ്റ് പോലല്ല ഇന്നത്തെ ഡയറ്റ്. പണ്ട് ആൾക്കാരെല്ലാം കട്ടിയുള്ള ആഹാരം കടിച്ചും പഠിച്ചും എല്ലാം ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, എല്ലാം ഹാർഡ് ഫുഡ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം നമ്മൾ റിഫൈൻഡ് ഫുഡ്സിലോട്ട് നമ്മൾ മാറി, സോഫ്റ്റ് ഫുഡ്സിലോട്ട് മാറി. അപ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് എനിക്കെന്തിനാ ഇത്രയും പല്ലിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ഇത്രയും സ്ഥലം മോണയ്ക്ക് ജോയിന് വേണ്ട. അങ്ങനെ ജോയിൻ്റെ സൈസ്, നമ്മുടെ താടിയെല്ലിൻ്റെ സൈസ് കുറഞ്ഞു, എന്നാൽ പല്ലിൻ്റെ എണ്ണം അതേപോലെ തന്നെ. അതുകൊണ്ടാണ് പതുക്കെ പല്ല് എവിടെയാ സ്ഥലം ഉള്ളിടത്ത് നീങ്ങി ഒരു സ്പേസ് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇമ്പാക്ഷൻ, അല്ലെങ്കിൽ ആ പല്ല് കുടുങ്ങി എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നത്. എല്ലാ വിസ്ഡം ടൂത്തും എടുത്തു കളയണോ? വെസ്റ്റിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവരൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ വിസ്ഡം ടൂത്ത് അങ്ങ് നേരത്തെ തന്നെ എടുത്ത് കളയും. എന്നാൽ ഇവിടെ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ നമ്മളത് എടുക്കാറുള്ളൂ. അപ്പം ഇത് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? സാധാരണഗതിയിൽ അല്ലെങ്കിൽ 50% സിറ്റുവേഷനിൽ ഈ പല്ല് ഒന്നീ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെളിയിലോട്ട് വരികയേ ചെയ്തിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് പേടിക്കേണ്ട വലിയ കാര്യങ്ങളില്ല. പേടിക്കേണ്ട അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണ്? ഇത് പകുതിയോ അല്ലെങ്കിൽ കുറച്ച് മാത്രം വെളിയിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഫുഡ് കയറി ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ അതിനെപ്പറ്റി ഒരു അറിവില്ലെങ്കിൽ എല്ലാ 6 മാസം അല്ലെങ്കിൽ 4 മാസം കൂടിയിരിക്കുമ്പം ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് അത് അസസ് ചെയ്താൽ നമുക്ക് വലിയ പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കസിൻ്റെ കേസിൽ ഞങ്ങൾ ആ മുന്നിലത്തെ 2 പല്ലും ഡീപ്പായതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നു. ആ ബാക്കിലത്തെ ചരിഞ്ഞിരിക്കുന്ന ആ വിസ്ഡം ടൂത്തിനെ എടുത്തു കളഞ്ഞു.